മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ പേര് മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഇതൊരു സാമുദായിക അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ്. അതിൽ ഞങ്ങൾ കള്ളത്തരം കാണിച്ചോ? വല്ല ഡെമോക്രാറ്റിക് കുമറോക്രാറ്റിക് എന്നൊക്കെ പേരിട്ടിട്ട് ഞങ്ങൾ പേര് മറച്ചു വെച്ചോ? നേർക്കുനേരല്ലേ പറഞ്ഞത് മുസ്ലിം ലീഗ്? അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതലാണ് പണിയെന്ന് പറഞ്ഞാണ്, അവർക്ക് കാവൽ നിൽക്കലാണെന്ന് പറഞ്ഞാണ്, അവരുടെ അവകാശങ്ങൾ അവർക്ക് പിടിച്ചു വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ പച്ചക്കടി ഞങ്ങൾ തോളിൽ വെച്ചതെങ്കിൽ ഒരുത്തന്റെ മുമ്പിലും മറയില്ലാതെ അത് പറയാൻ ഞങ്ങളുടെ നടു പുറത്ത് നട്ടലും. നിങ്ങൾ കേട്ടില്ലേ? ഇതുപോലെ പ്രസംഗം നടത്തുന്ന ഈ KM ഷാജി വേങ്ങരയിൽ മത്സരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഇവിടെ ഒരാൾക്ക് പോലും KM ഷാജിക്കെതിരെ മതേതരത്വം പറഞ്ഞൊന്ന് രംഗത്ത് വരാൻ ആവുന്നേ ഇല്ല. കേരളത്തിലൊരു സാഹചര്യം സകല വിവേകമുള്ള മലയാളിയും ചിന്തിക്കണം. വേങ്ങരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇന്നലകളിൽ വിളിച്ചു പറഞ്ഞതാ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇയാൾക്ക് ജനാധിപത്യ ബോധമല്ല. ഇയാൾ പച്ചക്ക് പറയല്ലേ, ഒരു ജനാധിപത്യ ബോധവും ഇല്ല ഇയാൾക്ക്. ഇയാള് മതപാർട്ടിയാണ്, ഞങ്ങൾ മതം തന്നെയാണ് ഉയർത്തുന്നത് എന്നല്ലേ ഈ വിളിച്ചു പറയുന്നത്. ഇതേ നിലപാടല്ലേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ ലീഗ് നേതാവ് എന്താ വിളിച്ചു പറഞ്ഞത്? ഞങ്ങൾ മത ഐക്യം തന്നെയാണ്, ഞങ്ങൾ ഒരിക്കലും ജനാധിപത്യം ഒന്നും ഉയർത്തിപ്പിടിക്കുന്നില്ല. അത്തരത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് നിരന്തരം അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ഗോപാലകൃഷ്ണൻ, അതായത് BJPയുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥി, ഹിന്ദു എന്നൊന്ന് പേര് പറഞ്ഞപ്പോഴേക്ക് ഇവിടെ എന്തൊക്കെ ബഹളം ഇവിടെ നടന്നു, എന്തൊക്കെ ബഹളം നടന്നു. അത് പരാതി കൊടുക്കാൻ ആളുകൾ അത് വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാക്കി, വലിയ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടി, നിരന്തരം വേട്ടയാടി. ഇവിടെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് വർഗീയതയാ എന്നും പറഞ്ഞ് ചാടി വീഴുകയായി അവിടെ ആളുകൾ. ഒരു തർക്കമില്ല, ആർക്കും വേണ്ട. പക്ഷെ KM ഷാജിക്കൊക്കെ എന്ത് തേങ്ങ ഇവിടെ വിളിച്ചു പറയും, എന്ത് തേങ്ങയും ഒരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പം എന്താ നമ്മുടെ കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം എന്നായി പറയുന്നത് ആരാ പറയുന്നത്? മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, UDF, LDF എന്താ അവർ പറയുന്നത്? മതേതരത്വമാണ് പോലും. കോപ്പിലെ മതേതരത്വം എന്നാ പറയുന്നത്. എന്ത് മതേതരത്വം? മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുന്ന ഇവർക്കൊക്കെ എന്ത് മതേതരത്വം? ഇവർക്കിത് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? UDFനോ LDFനോ SDPIക്കോ മുസ്ലിം ലീഗിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ PDPക്കോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവർ അതേപോലെ തന്നെ നിയമത്ത് പരാജയപ്പെടുത്തണം. എന്താ കാരണം? അത് മതേതരത്വമാണ്, മതേതരത്വം. BJP ഈ മതേതരത്വം പൊക്കി പിടിച്ചുകൊണ്ട് പച്ച വർഗീയവാദികളല്ലേ കേരളത്തിൽ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് BJPക്കെതിരെ രംഗത്തെത്തുന്നത്. വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിച്ചു നോക്കൂ, BJP എവിടെയാണ് വർഗീയത വിളിച്ചു പറയാറുള്ളത്? ഈ KM ഷാജി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പച്ചക്ക് മതമല്ലേ ഈ പറയുന്നത്? പച്ചക്ക് മതം. ഈ വനിതാ നേതാവ് കണ്ടിട്ടുണ്ട്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ലീഗിന്റെ വനിതാ പ്രസിഡന്റ്. അവരൊക്കെ രംഗത്തെത്തിയിട്ട് ഞങ്ങൾക്കൊരു ജനാധിപത്യമില്ല, ഞങ്ങൾക്കൊരു ജനാധിപത്യമില്ലെന്നേ, ഞങ്ങൾക്കുള്ളത് മത ഐക്യാണ്. അത്തരത്തിൽ തന്നെയാ പൊക്കി പിടിക്കുന്നത്. എന്നിട്ടും ഇവിടെ മുസ്ലിം ലീഗിനെതിരെ ഒന്നുമില്ല. ഇവർ പറയുന്നുണ്ട് സമുദായത്തിന്. ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ മുസ്ലിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാ, ഈ സമുദായത്തെ ഒറ്റി മുസ്ലിം ലീഗ് ജീവിച്ചു മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഓരോ മുസ്ലിങ്ങളും ചിന്തിക്കേണ്ടതാ. ഈ മുസ്ലിം ലീഗ് പാർട്ടിയെ കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാ? പാണക്കാട് കുടുംബം. പാണക്കാട് കുടുംബം ഇങ്ങനെ ദിനം പ്രതി വളർന്നു മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ KM ഷാജിമാര് അത്യാഡംബര കാറുകളിൽ സഞ്ചരിച്ച് അവരുടെയും കുടുംബം ഇങ്ങനെ വളരുക എന്നല്ലാതെ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ഈ മുസ്ലിം ലീഗിനെ കൊണ്ടുണ്ടോ? ഈ മുസ്ലിം ലീഗിനൊക്കെ രാജ്യത്തെ മുസ്ലിങ്ങൾ പുല്ലുവില കൊടുത്ത് സമുദായത്തിന് വേണ്ടിയാ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പുല്ലുവില കൊടുത്ത്. കാരണം ഈ പാർട്ടി കേരളം വിട്ട് എങ്ങോട്ടും വളരുന്നില്ലല്ലോ. അപ്പൊ സമുദായത്തിന് വേണ്ടി ഒന്നും അല്ലത്. ഇത് ഇവരുടെ ഒരു കറക്ക് കമ്പനി ഉണ്ട്. പാണക്കാട് കുടുംബവും ഉൾപ്പെടെയുള്ള ഈ ഷാജിമാരൊക്കെ കൂടിയ ഒരു കറക്ക് കമ്പനിയിൽ അപ്പുറം ഈ മുസ്ലിം ലീഗ് എന്ത് ഉണ്ടയാ ഇവിടെ ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തിനൊന്നും ഒരു ഉണ്ടയും ചെയ്തില്ല. ഇവർക്ക് അധികാരത്തിലേറാൻ വേണ്ടിയിട്ട്
മുസ്ലിം സമുദായത്തെ ഒറ്റയിട്ടാണ് ഇവര് നിരന്തരം ഇവര് മുസ്ലിം സമുദായം ഒരു ലളിതമായ ചോദ്യം. 60 വർഷക്കാലം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലായിരുന്നു രാജ്യം ഭരിച്ചു മുന്നോട്ട് പോയത്. ആ സമയത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിന്റെ ഒപ്പം നിന്നിട്ട്. ഇവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടല്ലായിരുന്നു പോയത്. രാജ്യം 10-65 വർഷക്കാലം ഭരിച്ചിട്ടും സമുദായത്തിന് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിന് ഇന്നും സമുദായത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇവർക്ക് എത്ര വർഷം കിട്ടേണ്ടി വരും? എന്തെങ്കിലും മുസ്ലിം സമുദായത്തിന് കിട്ടണമെങ്കിൽ ഇനി എത്ര വർഷം അവർക്ക് വേണ്ടത്? 10-60 വർഷക്കാലം രാജ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവർ രാജ്യം ഭരിച്ചിട്ടേ ഒരു ഉണ്ടയും ചെയ്യാൻ സാധിക്കാത്ത ഇവർ ഇപ്പോഴും സമുദായത്തിന് വേണ്ടിയൊന്നല്ല ഷാജിയൊക്കെ ഷാജിയുടെ കുടുംബത്തിനും പാണക്കാട്ട കുടുംബത്തിനും കൂടിയാണ് മുസ്ലിം ലീഗ് ഇപ്പൊ മുന്നോട്ട് വന്നത്. അതിലൊന്നും അപ്പുറം ഒന്നും ഈ മുസ്ലിം ലീഗ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ പറയുന്ന മുസ്ലിം ലീഗിലാണോ ഒരുപാട് മുസ്ലിങ്ങൾ കോൺഗ്രസിലുണ്ട്, ഈ പറയുന്ന CPM-ലുണ്ട്, BJP-യിലുണ്ട്. ഇവരൊക്കെ പറയുന്നത് പോലെ സമുദായം എന്ന് തൊണ്ട കീറി വിളിച്ചു പറയുകയും ചെയ്യോ. എന്നിട്ട് അധികാരത്തിലേക്ക് എത്തിയും വേണോ മതം പറഞ്ഞു മാത്രമാണ് ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ സകലതും ചെയ്ത് മുന്നോട്ട് വന്നത്. ആ മതം പറഞ്ഞു മാത്രം പോകുന്നത് പറഞ്ഞു പോകുന്ന UDF ഒക്കെ എന്ത് മതേതരത്തെ അവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു മതേതരത്വം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. അതായത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചിട്ട് ഇന്നേ വരെയായിട്ട് എല്ലാ ആളുകൾക്കും ഒരുമിച്ച് പദ്ധതി എന്നല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരുമിച്ചല്ല മതത്തിന്റെ പേരിൽ ഇവർ ഗിമ്മിക്കിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇവർ മതത്തിന്റെ പേരിൽ ഇവരുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രം, എല്ലാ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടില്ല, ചില പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഇവർ പ്രഖ്യാപിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ മതങ്ങളെ ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും ഒരുപോലെയൊക്കെ കാണുന്നത് നരേന്ദ്രമോദി സർക്കാരല്ലേ. ഇവര് ഭരണത്തിലേക്ക് വന്ന അപ്പൊ തുടങ്ങും സമുദായത്തിന് വേണ്ടി. അപ്പൊ ഇവരെങ്ങനെ മതേതരത്വം എന്ന് പറയുന്നത്? ലളിതമായിട്ട് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. പ്രബുദ്ധ മലയാളികള് ഈ ഇലക്ഷൻ പടിവാതിൽക്കലത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ ആളുകളും BJP എന്ത് വർഗീയതയാണ് ഈ KM ഷാജിയൊക്കെ വിളിച്ചു പറയുന്നത് പോലെ മതത്തിന്റെ പേരും പൊക്കി പിടിച്ച ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ നിരവധി MLA-മാരുള്ള MP-മാരുള്ള വാർഡ് മെമ്പർമാരുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ള ഇവര് പറയാ മറ്റൊരു വർഗീയത പച്ച മതം മാത്രം പറഞ്ഞ് വോട്ട് പിടിച്ച് വിജയിക്കുന്ന ഇവരല്ലേ യഥാർത്ഥ പച്ച വർഗീയവാദികൾ? കേരളത്തിലെ നമ്പർ 1 പച്ച വർഗീയവാദികൾ മുസ്ലിം ലീഗ് UDF. അവർക്ക് തോളോട് തോൾ ചേർന്നാണ് SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP ഒക്കെ ഉള്ളത്. ഇതൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണോ. ഇവിടെ ഗോപാലകൃഷ്ണന് ഒന്നും മിണ്ടാൻ പറ്റൂല, അതേസമയം KM ഷാജിക്ക് എന്തും പറയാം. ഇതൊക്കെ ഓരോ ബോധമുള്ള മലയാളിയും 1000 തവണ ചിന്തിച്ചിട്ട് വേണം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യേണ്ടത്.